നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കോളിഫ്ലവറിൻ്റെ തുടക്കം മുതലുള്ള വീഡിയോ ആണേ. അപ്പോൾ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെയും ലീഫുകൾ തമ്മിൽ ഏകദേശം ഒരുപോലെയാണുള്ളത്. കോളിഫ്ലവറിൻ്റെ ഇലയാണെങ്കിൽ അല്പം കൂടി ഒരു നീളൻ ഷേപ്പായിരിക്കും. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഇലകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഇത് അല്പം കൂടി പരുവമായിട്ടുള്ള ഒരു കോളിഫ്ലവറിൻ്റെ തൈയാണ്. ഇപ്പോൾ കോളിഫ്ലവറിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അതിൻ്റെ ലീഫ് തന്നെയാണ്. ലീഫിൽ ഈ ചിത്രകീടം പോലെയുള്ള കീടാണുക്കൾ വന്നിട്ട് അതിനെ ഇല നശിപ്പിക്കും. അങ്ങനെയാണ് ഈ ചെടി നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളവും വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ള മിശ്രിതമൊക്കെ നമ്മൾ തെളിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടക്കഷായം തെളിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നോക്കുന്നത്. പിന്നെ നമ്മളിത് ഇതുപോലെ കേടായിട്ടുള്ള ഇലകൾ നമ്മൾ എടുത്ത് കളയും. കാരണം അതിൽ നിർത്തിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് എടുത്ത് കളയാറുണ്ട്. ഇതിൻ്റെ മൂട്ടിലിട്ടിരിക്കുന്നത് ഈ നമ്മുടെ കോവയ്ക്കയുടെ ഇത് വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഉണങ്ങി പോകുന്ന ആ ടൈമിൽ നമ്മളത് മാറ്റാറുണ്ട്. ആ മാറ്റുന്ന സാധനമാണ് ഇതിൻ്റെയൊക്കെ മൂട്ടിലിട്ടേക്കുന്നത്. അപ്പം അത്രത്തോളം വെള്ളം പിടിക്കും. നമ്മൾ ചകിരിയൊക്കെ ഇടുന്നത് പോലെ തന്നെ യൂസ്ഫുള്ളാണ് അതിൻ്റെ ആ ബാക്കി വരുന്ന സാധനങ്ങളും. ഇത് ഏകദേശം അത്യാവശ്യം നല്ല പരുവായിട്ടുള്ള ഇനി ആ പൂ വരാറായിട്ടുള്ള പ്ലാന്റ്സാണ് ഈ കാണുന്നത്. അത് നിറയെ ലീഫുകളോട് നിൽക്കുവാണ്. ഇനി നമ്മൾ അടിയിലുള്ള കുറേ ഇലകളൊക്കെ പറിച്ച് കളയും. കാരണം വെച്ചാൽ അത്രയും എനർജി അതിന് വേസ്റ്റ് ആവണ്ടല്ലോ. അപ്പോൾ ഇനി പൂക്കൾ വരുന്ന ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ് വളം ചെയ്യലാണ്. പ്രത്യേകിച്ച് വളം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല. നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്, നമ്മൾ കോഴിവളം ഇടാണ്. നമ്മളിവിടെ തന്നെയുള്ള കോഴിയുടെ ഈ പുല്ലിൻ്റെയും ഒക്കെ കൂടി വേസ്റ്റ് വരുന്ന അതിടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി നമ്മൾ വാങ്ങിയിടുന്നതാണ്. ചാണകപ്പൊടി ഇടും. അപ്പോൾ ഇതാണ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും. ഇനി എങ്ങനെയാണ് നമ്മൾ ആ വളം ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ചാണകപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറ്. നമുക്കിവിടെ കിട്ടാനില്ല, അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പോട്ടിംഗ് മിക്സ്ചർ ഇട്ട് കൊടുക്കാറുണ്ട്. അതാകുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന വളവും അതിനാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ചകിരിച്ചോറും എല്ലാം വരുന്നതാണ് കേട്ടോ ഈ പോട്ടിംഗ് മിക്സ്. അതിട്ട് കൊടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കും. പിന്നെ മൂട്ടിലേക്ക് ചേർന്നിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് മാറിയിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വേനൽക്കാലമാണ്. ഇപ്പോൾ 2 സമയം വെള്ളം തളിക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം രാവിലെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 12 മണി 1 മണി ആകുമ്പോഴത്തേക്കും ഇലകളൊക്കെ വാടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് നമ്മളത്രയും ശ്രദ്ധിക്കണം. പ്രധാനമായിട്ട് ചിത്രകീടമാണ് കേട്ടോ ഇതിൻ്റെ ഇലയെ ബാധിക്കുന്നത്. പിന്നെ പുഴുക്കളും വരാറുണ്ട്. കാണുന്നതിന് നമ്മൾ അതിൽ വെച്ച് തന്നെ കൊന്നുകളയാണ് ചെയ്യാറ്. അപ്പോൾ നല്ല രീതിയിൽ പരിപാലിച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവറും ക്യാബേജും തക്കാളിയും വെണ്ടയ്ക്കയും പയറും പാവലും ഒക്കെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടത് ഇതൊക്കെ ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രമാണ്. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സമയവും കണ്ടെത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളൊരു കാര്യം പറയട്ടെ, തറയിൽ പുല്ല് കിളുക്കുന്നത് വളരെ ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ്. നമുക്ക് എപ്പോഴും അതിൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ വീഡ് ഷീറ്റ് കൂടെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇലകൾ കളയുന്നത് അവിടെ തന്നെ ഇടും. എന്നിട്ട് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ചെടിയിലോ അല്ലെങ്കിൽ കമ്പോസ്റ്റിലോ ഉപയോഗിക്കും. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.